ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2025 നടക്കുന്ന CDS2 എക്സാമിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്റ്റഡി ടെക്നിക്സ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ദ എക്സാം പാറ്റേൺ ആൻഡ് സിലബസ്. അതായത് എന്ത് ചെയ്യണം, ഏതൊരു എക്സാം ആയിക്കോട്ടെ, ഇപ്പൊ CDS എന്നല്ല, ഏതൊരു എക്സാം ആയാലും ആദ്യം നമ്മൾ ആ എക്സാമിനെ മനസ്സിലാക്കണം. എക്സാമിനെ മനസ്സിലാക്കാനായിട്ട് എന്ത് ചെയ്യണം, എക്സാം പാറ്റേൺ അറിയണം, അതുപോലെ തന്നെ സിലബസ് എന്താണോ അത് മനസ്സിലാക്കിയിരിക്കണം. ഇപ്പൊ നമുക്ക് CDS എക്സാമിൽ IMA, INA, AFAക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 3 സബ്ജക്ട്സ് ആണ് പഠിക്കാനുള്ളത്: ഇംഗ്ലീഷ്, ജനറൽ നോളജ് ആൻഡ് മാത്സ്. ഇനിയിപ്പോ OTA വേണ്ടിയിട്ടാണെങ്കിൽ എന്ത് പഠിക്കാനുള്ളത്? നമുക്ക് മാത്സ് ഇല്ല, ജനറൽ നോളജും ഇംഗ്ലീഷും മാത്രം പഠിച്ചാൽ മതിയാവും. അതുപോലെ തന്നെ എന്തുണ്ടായിരിക്കണം, എക്സാം എത്ര സ്റ്റേജസിലാണ് നടക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണം. 2 സ്റ്റേജസിലായിട്ടാണ് CDS എക്സാം നടക്കുന്നത്. ഒരു റിട്ടൺ എക്സാമിനേഷനും അതിനുശേഷം SSB ഇന്റർവ്യൂ. SSB ഇന്റർവ്യൂ എന്ന് പറയുന്നത് 5 ഡേയ്സ് ഇന്റർവ്യൂ ആണ്. റിട്ടൺ എക്സാമിനേഷൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ്, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് അല്ല. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താണ്? അണ്ടർസ്റ്റാൻഡ് ദ എക്സാം പാറ്റേൺ ആൻഡ് സിലബസ്. രണ്ടാമതായിട്ട് വരുന്നത് ബ്രേക്ക് യുവർ സിലബസ് ഇൻടു സ്മോളർ പാർട്സ്. എന്ത് ചെയ്യണം, സിലബസിനെ ചെറിയ ചെറിയ പാർട്സ് ആയിട്ട് തിരിച്ചിട്ട് വേണം പഠിക്കാൻ തുടങ്ങാനായിട്ട്. അല്ലാതെ നമുക്ക് എല്ലാം ഒരുമിച്ച് പഠിക്കാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ എന്തായിരിക്കണം, ഒരു സിലബസ് ഇപ്പം നമുക്ക് എന്താണ്, GKയുടെ കാര്യത്തിലാണെങ്കിലും പൊളിറ്റി ഉണ്ട്. പൊളിറ്റിയിൽ തന്നെ ഒത്തിരി സബ് ടോപ്പിക്കുകളുണ്ട്. ഇതൊക്കെ ആദ്യം എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. എന്നിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പഠിക്കാനായിട്ട് പാടുള്ളൂ. അപ്പൊ രണ്ടാമത്തെ കാര്യം എന്താണ്, ബ്രേക്ക് യുവർ സിലബസ് ഇൻടു സ്മോൾ പാർട്സ്. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് യൂസ് ദ റൈറ്റ് സ്റ്റഡി മെറ്റീരിയൽസ്. എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് വേണം നമ്മൾ പഠിക്കാനായിട്ട്, അല്ലെ നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോട്ട്സ് അവൈലബിൾ ആണ്. വേണമെന്നുള്ളവർ എന്ത് ചെയ്താൽ മതി, കോൺടാക്ട് ചെയ്താൽ മതി. സിലബസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് നോട്ട്സ് ഉണ്ടാവും. ഞാൻ എൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ആയിട്ട് എനിക്ക് പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് ചെയ്താൽ മതിയാവും. നോട്ട്സിന്റെ ഡീറ്റെയിൽസ് ഞാൻ തരാം. വളരെ അഫോർഡബിൾ ആയിട്ട് റേറ്റിലാണ് നമ്മൾ കംപ്ലീറ്റ് നോട്ട്സ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, കറണ്ട് അഫയേഴ്സും നമ്മൾ പഠിക്കണം. ഒരു വർഷത്തേക്കുള്ള കറണ്ട് അഫയേഴ്സ്, അതായത് ഒരു 2024 തൊട്ടുള്ളത് അല്ലെങ്കിൽ 2025 ജനുവരി തൊട്ടുള്ള കറണ്ട് അഫയേഴ്സ് എങ്കിലും എന്ത് ചെയ്തിരിക്കണം, കാണാണ്ട് പഠിച്ചു വെച്ചിരിക്കണം. പിന്നെന്താണ്, ഏതെങ്കിലും സബ്ജക്റ്റിന്റെ ബേസിക്സ് ക്ലിയർ അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ ഒരു സബ്ജക്ട് പഠിക്കുമ്പോൾ NCERT തന്നെ സ്റ്റാർട്ട് ചെയ്യുക. കാരണം എന്താന്ന് വെച്ചാൽ എന്താണ്, NCERT നമുക്ക് ആ ഒരു കറക്റ്റ് ഒരു ബേസിക്സ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, NCERT പഠിക്കണം. ബേസിക്സ് ക്ലിയർ അല്ലാത്ത സബ്ജക്റ്റിന്റെ മാത്രം മതി കേട്ടോ. ഞാനത് എന്താ NCERT പഠിച്ചേ പറ്റൂന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇപ്പൊ എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാൾക്ക് എന്താണ്, എക്കണോമിക്സിന് NCERT പഠിക്കേണ്ട കാര്യമില്ല. അതുപോലെ അപ്പൊ ബേസിക്സ് ക്ലിയർ അല്ലാത്ത സബ്ജക്റ്റിന്റെ മാത്രം എന്ത് ചെയ്യുക, NCERT സ്റ്റാർട്ട് ചെയ്യുക. ഇനി നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഡെയിലി കൺസിസ്റ്റന്റ് സ്റ്റഡി റുട്ടീൻ. അതായത് എന്തായിരിക്കണം, നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കണം. ഇപ്പൊ ഒരു ദിവസം ഞാനൊരു 13 മണിക്കൂർ പഠിച്ചു, എനിക്ക് പിറ്റേ ദിവസം ഒരാഴ്ചത്തേക്ക് ഞാൻ പഠിച്ചില്ല. അതിലും എന്തുകൊണ്ടും ബെറ്റർ അല്ലേ ഒരു ദിവസം ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ വെച്ച് ഡെയിലി പഠിച്ചു പോകുന്നത്. ഒരു ദിവസം 10 മണിക്കൂർ അല്ലെങ്കിൽ 13 മണിക്കൂർ പഠിച്ചിട്ട് ഒരാഴ്ചത്തേക്ക് പഠിക്കാതിരിക്കുന്നതിലും ബെറ്റർ ആണ് ഒരൊറ്റ ദിവസം ഒരു 3-4 മണിക്കൂർ പഠിക്കുക, സെക്കൻഡ് ഡേ അതുപോലെ തന്നെ പഠിക്കുക, അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചു പോവുക. ഓക്കെ, അപ്പൊ നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഡെയിലി കൺസിസ്റ്റന്റ് സ്റ്റഡി റൂട്ടീൻ. ഇനി അഞ്ചാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രാക്ടീസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. അതിപ്പോ CDS എക്സാം എന്നല്ല, ഏതൊരു എക്സാമും ആയിക്കോട്ടെ, ആ ഒരു എക്സാമിനെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിരിക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, ഏത് പാറ്റേൺ ആണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഫോളോ ചെയ്തിട്ടുള്ള കാര്യം നമുക്ക് മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കണം. ഓക്കെ, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അഞ്ചാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഇനി ആറാമതായിട്ട് ശ്രദ്ധിക്കേണ്ട എന്താണ്, ടൈം മാനേജ്മെന്റ് ഡ്യൂറിങ് സ്റ്റഡി. അതായത് പഠിക്കുന്ന സമയത്തെ ടൈം മാനേജ്മെന്റ്. നമുക്ക് പഠിക്കുന്ന സമയത്തെ നമ്മൾ ടൈം മാനേജ് ചെയ്യാൻ പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു എക്സാമിന്റെ ടൈമിലോ നമുക്ക് ആ ഒരു ടൈം മാനേജ്മെന്റ് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം, ഇപ്പം നമ്മൾ മോക്ക് ടെസ്റ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പോലും എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് 20 മിനിറ്റിൽ ഇത്ര ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 30 മിനിറ്റിൽ ഈ ഒരു പോർഷൻ ഞാൻ തീർക്കും, ആ എന്നൊരു രീതിക്ക് വേണം പഠിക്കാൻ. എന്നാൽ മാത്രമേ നമുക്ക് എക്സാമിന്റെ ടൈമിലും ടൈം മാനേജ്മെന്റ് നടക്കുള്ളൂ. അപ്പൊ ആറാമത്തെ കാര്യം എന്താണ്, ടൈം മാനേജ്മെന്റ് ഡ്യൂറിങ് സ്റ്റഡി.
ഇനി ഏഴാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഫോക്കസ് ഓൺ വീക്ക് ഏരിയ ബട്ട് ഡോണ്ട് ഇഗ്നോർ സ്ട്രെങ്ത്. അതായത് വീക്ക് ഏരിയാസിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം, പക്ഷെ എന്ത് ചെയ്യരുത്, ഈ സ്ട്രെങ്ത് അതായത് നമുക്ക് നല്ല രീതിക്ക് അറിയാവുന്ന ടോപ്പിക്കുകൾ ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത്. എന്ത് ചെയ്യണം, അല്ലാതെ ഓക്കെ എനിക്ക് ഈ ഒരു പൊളിറ്റി നല്ല രീതിക്ക് അറിയാം പക്ഷെ എക്കണോമിക്സ് അറിയത്തില്ല, പൊളിറ്റിയിൽ എന്ത് ചെയ്യാം, ഞാൻ നല്ല രീതിക്ക് പഠിക്കാം, പൊളിറ്റിയുടെ ക്വസ്റ്റ്യൻസ് മാത്രം ഞാൻ അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ പൊളിറ്റി ഞാൻ പഠിച്ചതാണ് വീണ്ടും നന്നായിട്ട് പഠിച്ചേക്കാം, പൊളിറ്റി മാത്രം അറ്റൻഡ് ചെയ്ത് ഞാൻ ജയിക്കാം, അങ്ങനെ വിചാരിച്ച ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അപ്പൊ എന്ത് ചെയ്യണം, വീക്ക് ഏരിയാസിലും കൂടെ ഫോക്കസ് നല്ല രീതിക്ക് ചെയ്യണം. പക്ഷെ എന്താണ്, നമുക്കറിയാവുന്ന ആ ഒരു സബ്ജക്റ്റ് എന്ത് ചെയ്യരുത്, വിടാനും പാടില്ല, അതും എന്ത് ചെയ്യണം, നല്ല രീതിക്ക് പഠിക്കണം. അപ്പൊ ഏഴാമത്തെ കാര്യം എന്താണ്, ഫോക്കസ് ഓൺ വീക്ക് ഏരിയാസ് ബട്ട് ഡോണ്ട് ഇഗ്നോർ സ്ട്രെങ്സ്. ഇനി എട്ടാമത്തെ കാര്യമാണ് ടേക്ക് ഷോർട്ട് ബ്രേക്സ് ആൻഡ് സ്റ്റേ ഹെൽത്തി. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്താണ്, നമ്മൾ ഹെൽത്തി ആയിട്ടിരുന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുമല്ല 45 മിനിറ്റ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്കൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത്, അല്ലെ ഒരു ക്ലാസ് ആണെങ്കിൽ പോലും എന്താണ്, ഒരു പീരീഡ് എന്ന് പറയുന്നത് 45 മിനിറ്റ് ആണ്. കാരണം എന്താണ്, അത്രയും നേരം നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ എന്ത് ചെയ്യുക, ഒരു 45 അല്ലെ ഒരു 50 മിനിറ്റ് കഴിയുമ്പോൾ ഒരു 10-15 മിനിറ്റ് ബ്രേക്കും കൂടെ എടുക്കുക. അതുപോലെ തന്നെ നല്ല രീതിക്ക് ഉറങ്ങുക, നല്ല ഫുഡ് കഴിക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. എന്നാൽ മാത്രമേ എന്താകത്തുള്ളൂ, നമ്മുടെ മൈൻഡ് ടാപ്പായിട്ട് ഇരിക്കത്തുള്ളൂ. സോ എന്ത് ചെയ്യുക, ഷോർട്ട് ബ്രേക്സ് എടുക്കുക പഠനത്തിന്റെ ഇടയ്ക്ക്, അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് ഇരിക്കാനും ശ്രദ്ധിക്കുക. പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ് എപ്പോഴും ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കഴിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ പറയാനായിട്ടു. അതുപോലെ തന്നെ നമ്മൾ എന്താണ്, നോട്ട്സ് അവൈലബിൾ ആണ്, വേണമെന്നുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. PDF ഫോമിലായിരിക്കും നോട്ട് ഉള്ളത്, കംപ്ലീറ്റ് നോട്ട്സ് അവൈലബിൾ ആണ്. വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, എനിക്ക് മെസ്സേജ് ചെയ്യുക. നമ്മൾ ഇംഗ്ലീഷിന്റെയും GK ആണ് നോട്ട്സ് കൊടുക്കുന്നത്, മാത്സിന്റെ നോട്ട്സ് കൊടുക്കുന്നില്ല. സോ എന്ത് ചെയ്യുക, നോട്ട്സ് വേണമെന്നുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതിൽ ജോയിൻ ആയിട്ട് എനിക്ക് പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് ചെയ്താൽ മതിയാവും. ഓക്കെ, വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക്